തനിക്കെതിരെ മുൻമന്ത്രിയും NSS മുൻ ഡയറക്ടർ ബോർഡ് അംഗവുമായ KB ഗണേഷ് കുമാർ ഉന്നയിച്ച ആരോപണങ്ങളോട് പ്രതികരിച്ച NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ രംഗത്തെത്തുകയും ഇതിനെക്കുറിച്ച് ഗണേഷ് കുമാറും സുകുമാരൻ നായരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായി ഇവർക്ക് തമ്മിൽ സംസാരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാതെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പ്രതികരിച്ച വിഷയം വഷളാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. തగ్గടിക്കാൻ ഗണേഷ് കുമാറും ഒപ്പം പിടിച്ചു നിൽക്കാൻ തന്നെ ഇപ്പോൾ സുകുമാരൻ നായരും തയ്യാറെടുക്കുകയാണെന്ന് തന്നെ കൂട്ടിച്ചേർക്കാം. ഗണേഷ് കുമാറിന് മറുപടിയില്ലെന്ന് അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജനാധിപത്യം ഇല്ലാത്തിടത്ത് അതിനെതിരെ ആക്ഷേപമുള്ളവർക്ക് കേസ് കൊടുക്കാം, അവർ കൊടുക്കട്ടെ. അയാൾ പറയുന്നതിന് മറുപടി പറയാൻ ഞാനില്ല. അങ്ങേര് തന്നെ അങ്ങേരുടെ അച്ഛനെക്കുറിച്ച് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടില്ല. സുകുമാരൻ നായർ ആരാഞ്ഞത് ഇങ്ങനെയായിരുന്നു: NSS ജനറൽ സെക്രട്ടറിയും NSSനെയും സ്നേഹിച്ച് വേണം നീ ജീവിക്കാനെന്ന അച്ഛൻ ഉപദേശം തന്നിട്ടുണ്ട്. ഞാനതനുസരിച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഈയിടെ പറഞ്ഞതല്ല. ഗണേഷിനെ ഉന്നം വെച്ച് സുകുമാരൻ നായർ ആരാഞ്ഞു. കുറച്ചു കൂട്ടർ NSSനെ ഇല്ലാതാക്കാൻ കേസുമായി നടക്കുന്നുണ്ടെന്നും സുകുമാരൻ നായർ പറഞ്ഞു. കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമെല്ലാം അവരുടെ ഒരു വാലാട്ടിയായാണ് ഇയാൾ ഇപ്പോൾ സംസാരിക്കുന്നത്. അവരെല്ലാം കൂടി സംഘടിച്ചാണ് അവിടെ മീറ്റിംഗിൽ പങ്കെടുപ്പിച്ചതും. അങ്ങേക്കെതിരെ തന്നെ ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് 64 വർഷമായി ഇതിനകത്ത് കയറിയിട്ടുണ്ടെന്ന് പറയാം. ഒരുത്തൻ വിചാരിച്ചാലും എനിക്കെതിരെ ഗൂഢാലോചന വയ്ക്കാൻ പറ്റില്ല എന്നും തെറ്റൊന്നും എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഗണേഷിന് കോടതിയിൽ പോകാമല്ലോ. കോടതിയിൽ എന്താണ് പോകാത്തതെന്നും അനധികൃതമായി ഒരാൾക്കും തന്നെ നിയമനം കൊടുത്തിട്ടില്ല എന്നും പറയാം. സുകുമാരൻ നായർ കൂട്ടിച്ചേർത്ത വാക്കുകളാണിത്. പിതൃസ്ഥാനത്ത് കാണുന്നുവെന്ന് പറഞ്ഞയാൾ ഇപ്പോൾ എന്തുകൊണ്ടാകും ഇങ്ങനെ വിമർശിക്കുന്നതെന്ന ചോദ്യത്തിന് ഇപ്പോൾ തോന്നിയിട്ടുണ്ടാകും പിതൃസ്ഥാനത്ത് അല്ലെന്ന്, അതുകൊണ്ടാകാം വിമർശിക്കുന്നതെന്നായിരുന്നു സുകുമാരൻ നായരുടെ മറുപടി. മുൻമന്ത്രി KB ഗണേഷ് കുമാർ തനിക്കെതിരെ ഉന്നയിച്ച കടുത്ത ആരോപണങ്ങൾക്ക് ശക്തമായ ഭാഷയിൽ മറുപടി നൽകി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരും അതുപോലെ തന്നെ ജനാധിപത്യമല്ലെന്ന് ഗണേഷ് കുമാർ പറഞ്ഞതിനെക്കുറിച്ചും പറയുന്നു. ഇത്തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ ഗണേഷ് കുമാറിന് കോടതിയിൽ കേസ് കൊടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. പരാമർശങ്ങൾക്ക് മറുപടി നൽകാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. മനം സമാധിയിൽ ആർക്കും പ്രവേശനം നിഷേധിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സ്വന്തം കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകിയെന്ന ആരോപണത്തിനും അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം തന്നെ പരസ്പരം മറുപടി നൽകി ഇവർ കൃത്യമായ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. സ്വന്തം കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകിയെന്ന ആരോപണത്തിന് അദ്ദേഹം മറുപടി നൽകിയത് മനസ്സിലാകുന്നു. കേരളം മുഴുവൻ തന്റെ കുടുംബമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സംഘടനയിലെ അച്ചടക്ക ലംഘനങ്ങളെക്കുറിച്ച് പരാമർശം നടത്തി. യൂണിയനുകൾ പിരിച്ചുവിടേണ്ട സാഹചര്യം വന്നാൽ രാത്രിയായാൽ പോലും അത് ചെയ്യാൻ മടിക്കില്ലെന്ന് കൂട്ടിച്ചേർത്തു. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നും മറ്റൊന്നാണെന്നും രീതിയിൽ ഗണേഷിന്റെ സുകുമാരൻ നായരുടെ കുറ്റപ്പെടുത്തൽ പരസ്പരം കേൾക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും. ഇവരുടെ കുറ്റപ്പെടുത്തലുകളെല്ലാം കേട്ടതിനു ശേഷമാണ് പ്രേക്ഷകർ അവരുടേതായ മറുപടിയും അവരുടെ കാര്യങ്ങളുമെല്ലാം അറിയിക്കുകയും ചെയ്യുന്നത്.